ക്രിപ്റ്റോ കറൻസിയുടെ ചരിത്രത്തിൽ ആദ്യമായി 10ഓളം ഫിസിക്കൽ പ്രൊജക്ടുകൾ വിഭാവനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സ്. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്സിന്റെ സിഇഒ ആയ ജയകുമാർ പി കെ ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണ്. പക്ഷേ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. 10,000കണക്കിന് കോയിൻസ് ഓരോരുത്തരും മേടിച്ചു, കോയിൻസ് കൊടുത്ത് പിസ മേടിച്ച് കഴിച്ച ആൾക്കാരുണ്ട്. അന്ന് 1000 ടോക്കൺസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ അതിനെ വിശ്വസിച്ചില്ല. പക്ഷേ ഒരു ഫോർമാലിറ്റീസും ഇല്ലാണ്ട് കയ്യിലെ വാലറ്റ് വെച്ചിട്ട് ടോക്കൺ മേടിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും നമുക്ക് ഫണ്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ജോൺ വിക്ക് മൂവിയിലാണ് ആദ്യമായിട്ട് ഈ ക്രിപ്റ്റോ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കോയിൻ കൊടുക്കുന്നു. അതെ, ജോൺ വിക്ക് മൂവി കണ്ടവർക്കൊക്കെ അറിയാം. ആൾക്കാർക്ക് ഇപ്പോഴും ക്രിപ്റ്റോയില് പേടിയുണ്ട്. ആ ഭയം എന്ന് പറയുന്ന ഈ ഫ്രോഡ് തട്ടിപ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ്. ക്രിപ്റ്റോ മേഖലയിൽ എന്തെല്ലാം രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പോകാൻ നടക്കുന്നു. ഇന്ത്യയിൽ 140 കോടിയാണ്. അതിൽ എത്ര കോടി ഇപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട്. കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, വില കുറച്ച് സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ടോക്കൺ ഹോൾഡേഴ്സിലേക്ക് പോവുക. അപ്പൊ ഈ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ ഏറ്റെടുക്കും. നേരെ പോകും. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടാവണം. സർ, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം സർ. ഈ ആദ്യമായിട്ടാണ് ക്രിപ്റ്റോ നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോ വന്നപ്പോ എല്ലാവരുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ഫ്രോഡാണോ, ഇത് മണി ചെയിൻ തട്ടിപ്പ് പോലത്തെ ഒരു സംഭവമാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴും ആൾക്കാരുടെ ആ ഒരു ചിന്ത ഇപ്പോഴും ഉണ്ട്. അവിടെയാണ് സാർ ഒരു ഫിസിക്കൽ പ്രൊജക്ട് ആയിട്ട്, അത് 10ഓളം ഫിസിക്കൽ പ്രൊജക്ട്, അതിൽ 2 പ്രാബല്യത്തിലായി. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തുടങ്ങാനുള്ള റീസൺ? ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പേര് തന്നെ ശ്രദ്ധിക്കുക. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്താണ്? ലോകത്തുള്ള എല്ലാവർക്കും നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പേര് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ലോകത്തെല്ലായിടത്തും ഇതിൻ്റെ ലാഭവിധം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ ക്രിപ്റ്റോയുടെ അണ്ടറിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലോകത്തുള്ള എല്ലാവരെയും നമുക്കൊരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിപ്റ്റോയുടെ അണ്ടറിൽ സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലെ ഒരു വിഭാവനം ചെയ്തത്. പക്ഷെ ഇത് തുടങ്ങാനും മറ്റൊരു കാര്യം എനിക്കുണ്ടായൊരു വലിയ നഷ്ടമാണ്. 2010 ബിറ്റ്കോയിൻ, മദർ കോയിൻ എന്ന് പറയുന്ന ബിറ്റ്കോയിനാണ്. അന്ന് 2010 $1 എൻ്റെ വാല്യൂ. അന്ന് 1000 ടോക്കൺസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ അതിനെ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നീട് ഒരു 2019 നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്താണ് വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അറിയാൻ സാധിച്ചത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു നഷ്ടം 1000 കോയിൻ ഇൻറ്റു അന്നത്തെ റേറ്റ്, കോടി രൂപയുടെ നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനും അതിനനുസരിച്ചിട്ട് പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യും. പക്ഷേ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. പക്ഷെ അത് ഉണ്ടായ നഷ്ടത്തിൽ നിന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം ലോക നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ആരാണ് ജയകുമാർ പി കെ? എൻ്റെ പേര് ജയകുമാർ എന്നാണ്. സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ്. ചേർത്തല പള്ളിപ്പുറം എന്ന് പറയും. കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ അജ്മാനിൽ, അതായത് UAE അജ്മാൻ എന്ന സ്ഥലത്ത് സ്വന്തം കമ്പനിയായിരുന്നു. ആദ്യമൊക്കെ ഷിപ്പിലും ഓയിൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതിനുശേഷമാണ് സ്വന്തമായിട്ട് കമ്പനി ഇടുന്നത്. 2008 ആ കമ്പനി പൈനിയർ ജനറൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിങ് LLC എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതാണ് എൻ്റെ തുടക്കം. 23 വർഷത്തോളം നമ്മളവിടെ ജോലിയായിട്ടും ബിസിനസ്സുമായിട്ട് ചെയ്തു. പക്ഷെ ഒരു ചുറ്റുപാടിൽ കൊറോണ സമയത്ത് 2019 ലീവിന് വന്നതാണ്. ആ വന്ന സമയത്ത് മൊത്തത്തിൽ സ്റ്റക്കായി. ആ സ്റ്റക്കായി ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അമ്മയുടെയൊക്കെ മരണമൊക്കെ ഉണ്ടായി. എന്നെ മൊത്തത്തിൽ ബ്ലോക്കാക്കി കളഞ്ഞു. പക്ഷെ മൊത്തത്തിൽ ബ്ലോക്കാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള ചിന്ത വന്നു. പക്ഷെ അപ്പോഴും ഞാനൊന്നും മുൻവിധിയോടൊന്നും കണ്ടില്ല. പക്ഷേ ആ സമയത്താണ് ഇത്തരത്തിലൊരു ക്രിപ്റ്റോയുടെ ഒരു കാര്യം വരികയും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും. എന്നാൽ അതിന് മുമ്പായിട്ട് തന്നെ പ്രവാസി ഭാരതി ട്രസ്റ്റ് ഞങ്ങൾ രൂപീകരിക്കുകയും ഞാൻ എൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഞങ്ങൾ അന്നത്തെ ആ കൊറോണ സമയത്ത് എൻ്റെ മോള് ഒരാൾ ഡോക്ടറാണ്. അവർ റഷ്യയിൽ നിന്ന് വന്ന സമയത്ത് സ്വന്തം വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല, അയൽവക്കത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ഈ സമയത്ത് ഇതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ക്വാറന്റൈൻ 2020 എന്ന് പറഞ്ഞ ഒരു ഹോം മൂവി 39 മിനിറ്റാണ്. എൻ്റെ തിരക്കഥ സംവിധാനമൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ സിനിമയോടുള്ള ഒരു ആഗ്രഹവും അവിടെ തുടങ്ങി.
അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോന്നോരോന്ന് കടന്നു വരുമ്പോൾ നമ്മളതിനെ 100% സ്വീകരിക്കുകയും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ 2023 നവംബർ 15 കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട് അനസ് കീഴാശ്ശേരിയുടെ ഒരു വീഡിയോ വഴിയാണ് ആൾക്കാരെ അറിയാൻ തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ ഏകദേശം 14 ജില്ലയുടെ ചെയർമാന്മാരുമുണ്ട്. അതുപോലെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മംഗലാപുരം അവിടെയൊക്കെ ആയിക്കഴിഞ്ഞു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം തന്നെ കോർപ്പറേറ്റ് കമ്പനികളിലേക്കാണ് പോകുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനകീയമാക്കി കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് അതിൻ്റെ സമ്പത്തെത്തിക്കുകയും നല്ല ജീവിത സാഹചര്യം സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രൊജക്ട് ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രവാസി ലോകം 23 വർഷത്തെ പ്രവാസ ജീവിതം വിട്ടിട്ട് നാട്ടിൽ വന്ന് സ്റ്റക്ക് ചെയ്ത ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കൊറോണ കാരണം ഒരുപാട് പേര് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ ഫ്യൂച്ചർ, അതായത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ കൊറോണ മാറ്റി മറച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് സാറ് ക്രിപ്റ്റോ കറൻസി ആയിട്ട് വരുന്നത്. എന്താണ് ക്രിപ്റ്റോ? ക്രിപ്റ്റോ എന്ന് പറയുന്നത് 2008 സത്തോഷി നാക്കമോട്ടോയാണ് ഇത് ഈ വെർച്വൽ കറൻസിക്ക് രൂപം കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം വരാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ട് അധികം താമസിയാണ്ട് ഞങ്ങളൊരു സിനിമ എടുക്കുന്നുണ്ട്. അതിന്റെ മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഹിന്ദിയിലായിരിക്കും. അത് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും. എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും അന്ന് 2008 23 വയസ്സായിരുന്നു. ആ 23 വയസ്സിൽ കിടന്നപ്പോൾ ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. 10,000 കോയിൻസ് ഓരോരുത്തരും മേടിച്ചു. എന്നിട്ട് 10,000 കോയിൻസ് കൊടുത്ത് പിസ മേടിച്ച് കഴിച്ച ആൾക്കാരുണ്ട്. ഇന്ന് ആ കോയിന് ഏകദേശം 1 കോടി വരെ വന്ന് ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അത് 23 പൈസയുള്ള ക്രിപ്റ്റോ 1 കോടി അടുത്തതാണ് പറയാം. ഈ കഴിഞ്ഞ മാസം തന്നെ അത് 80 ലക്ഷം രൂപയിലും വന്നു. ഇപ്പൊ അതിൽ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് സ്വഭാവം മാത്രമാണ്. ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന കറൻസി ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമുക്കൊരു 10 ലക്ഷം രൂപ US അയക്കണം. അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു ഫോർമാലിറ്റീസും ഇല്ലാണ്ട് കയ്യിലെ വാലറ്റ് വെച്ചിട്ട് ടോക്കൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തുള്ള ആൾക്കാർക്കും നമുക്ക് ഫണ്ട് അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഫണ്ട് അയക്കുന്നതോടൊപ്പം കൊടുക്കുക മാത്രമല്ല, ഇതിന്റെ ട്രാൻസാക്ഷന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇതിന്റെ പ്രൈസ് വാല്യൂ കൂടും. കൂടുതൽ ജനങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ അതിൽ കൂടുതൽ ഡിമാൻഡ് വരും. ഇപ്പൊ സത്തോഷി നാക്കമോട്ടോ ഉണ്ടാക്കിയത് 2100 കോടിയാണ് കോയിൻസ്. ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഓരോ രാജ്യത്തും ഓരോ ടാക്സ് ആണ്. ഇപ്പൊ ഇന്ത്യയിൽ പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോക്കണോ കോയിൻസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അതിന്റെ 30% ഗവൺമെന്റ് ടാക്സ് അടക്കണം. ഇതാണ് ഗവൺമെന്റ് പറയുന്നത്. 1 കോടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ 30 ലക്ഷം രൂപ ടാക്സ് അടക്കണം. അത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 30% ടാക്സ് എന്ന് പറയുന്നത് ഒരു 5% അല്ല 10% ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന കംപ്ലീറ്റ് ട്രാൻസാക്ഷനും വിദേശത്തേക്ക് പോകാണ്ട് ഇവിടെ തന്നെ അത് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരെ ദുബായിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റേ രാജ്യത്തേക്ക് പോകും, അവിടുന്ന് വിഡ്രോ ചെയ്യും, അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കമ്പനിയുടെ പേരിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് വരും. അപ്പൊ ഗവൺമെന്റ് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ 30% എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 5-10% ആക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണ്. അപ്പൊ അത്രയും ആൾക്കാരുടെ ട്രാൻസാക്ഷന്റെ ബെനിഫിറ്റ് നമ്മുടെ ഇന്ത്യൻ സർക്കാരിലേക്ക് പോകും. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഇന്റർനാഷണൽ കറൻസി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ മിനിമം നടക്കുന്നത് ഡോളറിന്റെ ഒരു കണക്കിലാണ്. ഇപ്പൊ യൂട്യൂബ് റവന്യൂ ആയാലും ഒരു ബിസിനസ് എന്ത് കോട്ടിയാണെങ്കിലും ഇപ്പൊ ഡോളർ. അപ്പൊ ഡോളറിന്റെ ഒരു മാറ്റമാണോ ഈ ക്രിപ്റ്റോ കറൻസി? ഡോളറിന്റെ മാറ്റം എന്ന് പറഞ്ഞാല് ഈ ഇതിൽ തന്നെ USDT എന്ന് പറയും. ഇപ്പൊ ഈ ഡോളറിന്റെ തന്നെ സമാനമായിട്ടുള്ള ഒരു സിസ്റ്റം, അതായത് ഈ വാലറ്റ് ടു വാലറ്റിലേക്ക് പോകാൻ ഒരു സിസ്റ്റം വേണമെങ്കിൽ അത് USDT പറ്റുള്ളൂ. ഡോളർ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് USDT, അതായത് നമുക്ക് അതിന്റെ തത്വത്തില്, അതായത് ഡോളറിന് സമാനമായിട്ടുള്ള ഒരു റേറ്റ് ഉള്ളതാണ് USDT എന്ന് പറയുന്നത്. അപ്പൊ ആ USDT ആണ് നമ്മൾ കൂടുതലും വേൾഡിൽ മൊത്തം ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതായത് ഞാൻ ഈ ജോൺ വിക്ക് മൂവിയിലാണ് ആദ്യമായിട്ട് ഈ ക്രിപ്റ്റോ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കോയിൻ കൊടുക്കുന്നു. ജോൺ വിക്ക് മൂവി കണ്ടവർക്കൊക്കെ അറിയാം. അതിൽ മൊത്തം ട്രാൻസാക്ഷൻ കോയിൻസ് ആണ്. അത് ഈ ക്രിപ്റ്റോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ക്രിപ്റ്റോ. അതായത് കോയിൻസ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ കറൻസി ആയിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് BIP20 ഉണ്ട്, എത്തർ ഉണ്ട്, ടെതർ ഉണ്ട്, അങ്ങനെ പല പല ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഓരോ വ്യക്തികളും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ നോഡായിട്ട് മാറും. അപ്പൊ ഈ നോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്ന, സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോഡാണ്. ഇതിനെ നമ്മൾ 1000 പേരുണ്ടെങ്കിൽ 1000 പേരിലേക്കും ഓരോരോ നോഡായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കമ്പനി ഒരു കാര്യം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ
നമുക്കത് മാറ്റം വരുത്താൻ പറ്റില്ല. Okay. പിന്നെ ഈ 1000 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേരുടെ കമ്പ്യൂട്ടറിൽ നിന്നും മാറ്റം വരുത്തേണ്ടി വരും. പറഞ്ഞത് എന്താണോ അതുപോലെ നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലൂടെ വരുന്നത്. Okay. അപ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റാണ്. എന്നാൽ ഇതേ രീതിയിൽ തന്നെ പല സ്കാമായിട്ടുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവരും ഇത് തന്നെ അവർ പറയുന്നത്. പക്ഷെ അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേയൊക്കെ ഓഫർ ചെയ്യും. ആ ഓഫർ ചെയ്ത് കൂടുതൽ ഓഫർ കിട്ടുമ്പോഴാണല്ലോ ഓഫറിന്റെ കുറേ ആൾക്കാർ പോകണം. പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ എവിടെ ഓഫർ കിട്ടിക്കഴിഞ്ഞാലും അവിടെ നേരെ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. ഓഫറാണ് പ്രധാനം പറഞ്ഞത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ചതി എന്താണെന്ന് നോക്കൂ. അതായത് ഒരു സാധനം വിൽക്കുമ്പം അവന് ലാഭം കിട്ടിയാലും വിൽക്കുള്ളൂ. അവൻ്റെ മുതലൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ട് വിൽക്കുമോ? അപ്പോൾ എപ്പോഴും ഓഫറിന്റെ പുറകെ പോകുമ്പം അതിന്റെ പിന്നിൽ ചില പ്രോബ്ലംസ് കൂടി ഉണ്ടാകും. പ്രത്യേകിച്ച് ക്രിപ്റ്റോ മേഖലയിൽ. ഇപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ മേഖലയിൽ എന്തെല്ലാം രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പോ നടക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ എറണാകുളത്ത് തന്നെ നമുക്കറിയാൻ പറ്റും എന്തെല്ലാം സംഭവം, എത്ര കോടി രൂപ വാർത്ത നോക്കി അറിയാൻ പറ്റും. അത് ജനങ്ങൾക്ക് വെച്ചാൽ ഇന്ന് കുറച്ച് പൈസ കിട്ടാൻ നാളെ മുതൽ വരുമാനം കിട്ടും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ആൾക്കാർ ഓടി നടന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആൾക്കാർക്ക് ഇപ്പോഴും ക്രിപ്റ്റോയിൽ ഒരു പേടിയുണ്ട്. ആ ഭയം എന്ന് പറയുന്ന ഈ ഫ്രോഡ് തട്ടിപ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എല്ലാവരും സംശയം. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, SIP വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിപ്റ്റോയിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോനെ കുറിച്ച് ആദ്യം പഠിക്കണം. ഏത് കോയിൻസ് ആണെങ്കിലും ടോക്കൺസ് ആണെങ്കിലും അതിന്റെ പ്രൊജക്ട് എന്താന്ന് പഠിക്കണം. അതായത് നമുക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് മാത്രമല്ല, ട്രേഡിംഗ് എല്ലാ കോയിൻസും ചിലപ്പോൾ സാധ്യമാവണമെന്നില്ല. കാരണം ബിറ്റ്കോയിൻ ആണെങ്കിലും ബിറ്റ്കോയിനും ഒക്കെ ബാക്കിയുള്ളതൊക്കെ അത്രയും ഹൈലേക്ക് വരികയില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രൊജക്ട് ഉണ്ടെങ്കിലേ നമുക്ക് ബെനിഫിറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ആ പ്രൊജക്ട് ഇവർ കാണിക്കുന്നത്, ഇവർ പറയും ഞങ്ങൾ ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെറും ഫേക്കാണത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ട്രേഡിന് ചെയ്യുന്ന കാര്യത്തിന് അവർ ഡോക്യുമെന്റേഷൻ കാണിക്കണം. പിന്നെ അതിന്റെ ഫൗണ്ടർ ആരാണ്, അതിന്റെ CEO ആരാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്ത് നേരിട്ട് ഫേസ് ടു ഫേസ് കാണിക്കണം. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അവർ പറയും ഇത് UK ആണ്, മലേഷ്യ ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്ങനെ ചെയ്ത് അവർ വെറും ലാസ്റ്റ് സ്കാമിൽ പെട്ട് കഴിയാൻ പറയും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇൻവെസ്റ്റ് ചെയ്തത്, എനിക്കറിയില്ല. പക്ഷെ പബ്ലിക്കിന്റെ അവരുടെ പൈസയാണ് അത് പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ജെന്യൂൻ ആണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം എപ്പോഴും ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ലാഭം തരാമെന്നും പറഞ്ഞ് വരുന്ന കേസെല്ലാം തന്നെ അത് പകുതി ഫേക്കായിരിക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മിനിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രാക്ക് നോക്കുക, എന്നിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. കാരണം തട്ടിപ്പിന്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, CoinGeckoയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് ആൾക്കാർ ആദ്യം നോക്കുന്നത്. അതിന്റെ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. 1000 കോടി തട്ടിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തി അവരാദ്യം 100 കോടി അത് ഇൻവെസ്റ്റ് ചെയ്യും. 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോട്ടും സൂട്ടും ഒക്കെ വെച്ച് വലിയ പ്രോഗ്രാംസ് നടത്തും. ആ പ്രോഗ്രാംസ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഈ 100 കോടി രൂപയിൽ എന്ത് ചെയ്യും, ഇവർ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള അതിന് പറ്റിയ ആൾക്കാർക്ക് മെയിൻ സാലറി എല്ലാം കൊടുത്തുകൊണ്ട് കൂടെ നിർത്തും. അവർക്ക് അന്നേരത്തെ പൈസ കിട്ടിയാൽ മതി. പക്ഷെ ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ കാണുമ്പോഴാണ് അവരവരുടെ നിക്ഷേപം ഇടുന്നത്. അപ്പൊ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഇടുന്നുണ്ട്, പിന്നെ നമുക്കെന്താ കുഴപ്പം? പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ടിനെ നോക്കണ്ട, റിലേറ്റീവ്സിനെ നോക്കണ്ട, നിങ്ങളുടെ ബുദ്ധിയിൽ ആ ടോക്കൺസിനെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പൂർണ്ണമായിട്ടും ബോധ്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ഇതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ടോക്കൺസും കോയിൻസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഒക്കെ ഞാൻ അത് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് 20 ടോക്കൺ എന്ന് പറഞ്ഞാൽ അന്ന് 1700 രൂപ. ഈ 1700 രൂപ മുടക്കുന്നവരോട് പോലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇതിൽ ഫ്രോഡൊക്കെ നടക്കുമ്പോൾ GCനെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും എന്നുള്ള ചോദ്യമാണ് എന്റെ മൈൻഡിലുണ്ടായത്. അതായത് GCനെ ട്രസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ നിത്യേന നമ്മളുമായിട്ട് ഇടപെടുക. എവിടെ ഇരിക്കുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ US ഇരിക്കുന്ന ആളല്ല ഞാൻ, നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർ കറക്റ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിൽ തല കുടിക്കേണ്ട കാര്യമല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്, ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ 140 കോടി ജനമുണ്ട്. അതിൽ എത്ര കോടി ഇപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. ഈ കൺസെപ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്ത് ഒരു വ്യക്തിക്ക് പ്രായം ചെന്നവരായിട്ട് ആലോചിക്കട്ടെ, അവർക്ക് ഒരു 1700 രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ ആ ഒരു മാസം 1700 രൂപ മുടക്കി കഴിഞ്ഞാൽ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. അപ്പൊ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ 10 പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ 10 മേജർ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് ഇവരെ മാറ്റാൻ പറ്റും. കാരണം ഇവരുടെ ടോക്കൺ ഉണ്ടെങ്കിൽ അവരുടെ കോയിൻസിന്റെ മൂല്യം വർദ്ധിച്ചാൽ പോരെ അവരുടെ സമ്പത്ത് വർദ്ധിക്കാൻ. അതുപോലെ തന്നെ പ്രൊജക്ടിന്റെ ലാഭവിധം കിട്ടും. അപ്പൊ ഈ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ ഏറ്റെടുക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ എന്താ പറയുക ജീവിത സ്റ്റൈലും തന്നെ
ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ. അതിനകത്ത് മറ്റൊരു കോംപ്രമൈസും ഇല്ല. അതിനകത്ത് എനിക്ക് ലാഭം കിട്ടണം, എനിക്ക് ജീവിതം സൂക്ഷിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല. അത് നേരെ വാ നേരെ പോ. എത്ര കോടി ഉണ്ടാക്കിയാലും ഇവിടുന്ന് ഒരു പൈസ കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അതെ അതെ. അപ്പൊ എവിടെ പോയി പ്രാർത്ഥിച്ചാലും മനുഷ്യൻ വേണം മറ്റുള്ളവരെ സഹായിക്കാനും പ്രവർത്തിക്കാനുള്ളത്, ഇല്ലേ? ഇപ്പൊ എത്ര വലിയ പ്രളയം വന്നാലും ദൈവത്തിന് വന്നിട്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ പോയി വെള്ളത്തിൽ മുങ്ങി താണാൽ അവിടുന്ന് പൊക്കെടുക്കണ മനുഷ്യൻ തന്നെ വേണം. എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം ഉണ്ടാവും. അതേപോലെ ഓരോ ആൾക്കാരുടെയും ജന്മം കൊണ്ട് അവർ ഈ ദേശത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് കൊടുക്കുന്ന സംഭാവന എന്തൊക്കെയാണോ അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നത്, അല്ലേ? ഇന്ന് AC റൂമിൽ ഇരിക്കണതും അല്ലെങ്കിൽ ലൈറ്റും വെട്ടത്തിൽ ഇരിക്കണതൊക്കെ ഓരോരുത്തരുടെ കഷ്ടപ്പാടാണ്. അതുപോലെ അതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ഒരു സമയത്ത് ഇപ്പൊ ഈ എന്താ പറയാ കൊറോണയ്ക്ക് ശേഷമുള്ള ചിന്താഗതിയാട്ടോ. അല്ലാണ്ട് ഞാനിത് മുമ്പ് ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. കൊറോണ മാറ്റിമറിച്ചത്. കാരണം അന്ന് നമുക്ക് ജീവൻ കിട്ടിയല്ലോ. ഇപ്പൊ പോണ വഴിയൊക്കെ എന്താ പറയാ എത്രയോ ലക്ഷം കോടികളൊക്കെ ആശയുള്ളവർക്ക് മരിച്ചുപോയ സംഭവമുണ്ട്. അപ്പൊ നമുക്ക് ദൈവം നമുക്ക് ആരോഗ്യവും ജീവനും തന്നു. ഇനി അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? അവിടെ നിന്നാണ് ഈ ടേണിംഗ് പോയിന്റ് എല്ലാം തുടങ്ങുന്നത്. അങ്ങനെ റിയലൈസേഷൻ GCD എന്നൊരു വലിയൊരു പ്രസ്ഥാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതെ അതെ അതെ. അതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രൊജക്ട്സിനെ പറ്റി പറഞ്ഞു. ഫ്യൂച്ചർ പ്രൊജക്ട്സ് അതിൽ 2 GCD ഈ കാട്ടും. അതെ. സെക്കൻഡ് പ്രൊജക്ട് ആണ് ഹൈപ്പർ മാർക്കറ്റ്. ഹൈപ്പർ മാർക്കറ്റ്. അത് പത്തനംതിട്ടയിൽ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ അതെ. അപ്പൊ എന്താണ് ഈ ഇങ്ങനെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ്? അതെ, പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, വില കുറച്ച് സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ടോക്കൺ ഹോൾഡേഴ്സിലേക്ക് പോവുക. അതായത് എന്റെ ഒരു സംശയം, എങ്ങനെ ഇത് വില കുറച്ച് വിൽക്കാൻ പറ്റുമോ? വില കുറച്ച് വിൽക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, പ്രത്യേകിച്ച് കേരളം. അപ്പൊ നമുക്ക് പല സാധനങ്ങളും വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കൈകളിലേക്ക് സാധനങ്ങൾ എത്തണമെങ്കിൽ മിനിമം ഒരു 3-4 പേരുടെ കൈമറിഞ്ഞിട്ടായിരിക്കും സാധനം വരുന്നത്. അപ്പൊ ഈ 3 പേരുടെ കൈമറിഞ്ഞ് വരുന്ന ആ ലാഭവിഹിതം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭം കൂടി നമ്മൾ ഡയറക്റ്റ് ആണ് എടുക്കണമെങ്കിൽ അതിന്റെ പ്രയോജനം പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. അതായത് ഡയറക്റ്റ് സാധനം എടുത്തിട്ട് നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഇടനിലക്കാരായ 3 പേരുടെയും ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കമ്മീഷൻ നമുക്ക് കുറച്ച്. അതെ. എന്നാൽ ഈ ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നഷ്ടം വരികയില്ല. അവർ 100 ടോക്കൺ എടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ അപ്പൊ 100 ടോക്കൺ അവരുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ, നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ബിസിനസ്സുകാരനും നഷ്ടം വരികയില്ല. അവർ ഇതിന്റെ പാർട്ടായില്ലേ. അതായത് ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു കമ്പനി അല്ലെങ്കിൽ GCDയുടെ ഒരു ഷെയർ ഹോൾഡർ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രൊജക്ട് ചെയ്താലും അത് പബ്ലിക്കിന്റെ ആയിട്ട് മാറിയല്ലേ. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ ആരെങ്കിലും തിരിച്ചറിയുക, ഒരാളും തിരിച്ചറിയില്ല. പക്ഷെ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെ ഇന്ദ്രൻസോ ഒക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് അറിയാം. അതാണ് ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രത്യേകത. അതെ, ഫേസ് വാല്യൂ. ഇത് വേറെ കളക്ടറെ തിരിച്ചറിയാൻ പറ്റും, ഇവിടുത്തെ 140 MLA-മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ മന്ത്രിമാരോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഒരു ഫിലിം സ്റ്റാർ ആയി കഴിഞ്ഞാൽ അതെ. അതേപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം, നമ്മൾ എത്രയോ വർഷം കൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ നമുക്കറിയാം ആ പഴയകാല സംഭവം മുതൽ ഈ സമയം വരെ പ്രൊഡ്യൂസർമാർക്ക് എന്തുമാത്രം നഷ്ടങ്ങളിലേക്ക് പോയിട്ടുണ്ട്, എന്തുമാത്രം ആർട്ടിസ്റ്റുകൾ അല്ല ടെക്നീഷ്യന്മാർ. ഈ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവരുടെ നല്ല നല്ല ചിന്തകളിൽ നിന്നും വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രേക്ഷകരിലേക്ക് കിട്ടുന്നത്, അല്ലേ? ഒരു സിനിമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ടെക്നീഷ്യന്മാർ അതിന് വേണ്ടി കഷ്ടപ്പെടുന്ന പിന്നെ എന്താ പറയുക ഓഫീസ് ബോയ് പോലും അതിന് പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് വന്ന ടെക്നീഷ്യന്മാരായാലും ആർട്ടിസ്റ്റ് ആയാലും അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതായത് ഇന്നേ വരെ ഫിലിം ഇൻഡസ്ട്രിയിൽ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ക്രിപ്റ്റോയുടെ കീഴിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റും. അതായത് ആദ്യം പ്രൊഡ്യൂസറുടെ കാര്യം പറയാം. സിനിമ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ഒരു വർഷം 200 സിനിമ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ 180 സിനിമയും പരാജയത്തിലാണ്. 180 പ്രൊഡ്യൂസർമാർ കുത്തുവാളായിട്ടെന്ന് വേണം കരുതാൻ. അവരുടെ വീട് വെച്ചോ കടം വാങ്ങിച്ചോ ബാധ്യതപ്പെട്ടോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് പ്രസ് മീറ്റിലും പല പ്രൊഡ്യൂസേഴ്സ് വന്ന് കരഞ്ഞു പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവരെങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? അതിനാണ് നമ്മുടെ ഈ ക്രിപ്റ്റോയുടെ അണ്ടറിൽ വരുന്ന പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. അപ്പൊ ഈ ക്രിപ്റ്റോയുടെ അണ്ടറിൽ വരുന്ന സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ വരും, 1 കോടി രൂപ അല്ലെ 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും. 2 കോടി രൂപയ്ക്കുള്ള തത്തുല്യമായിട്ടുള്ള ടോക്കൺ ഞാൻ അവർക്ക് ഓഫർ ചെയ്യും. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇൻവെസ്റ്റ്മെന്റ് പറയുന്ന സിനിമയിലേക്ക് പോകും. പക്ഷെ ഇവർക്ക് തത്തുല്യമായിട്ടുള്ള ടോക്കൺ ഞാൻ അവർക്ക് കൊടുക്കണം. ആ ടോക്കൺ എന്ത് ചെയ്യാം, 3 വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും.
പ്രീമിയം പ്ലാനിൽ 3 വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവില്ല. അപ്പൊ ഈ 3 വർഷം ലോക്കിംഗ് പീരീഡ് ഈ പ്രീമിയം പ്ലാനായി ഉണ്ടാവും. ബേസിക് പ്ലാനിൽ അതില്ല. ബേസിക് പ്ലാൻ എന്ന് വെച്ചാൽ എപ്പോഴും ട്രേഡ് ചെയ്യാൻ കൊടുക്കാൻ മേടിക്കാം. അതായത് ഈ ക്രിപ്റ്റോയിൽ തന്നെ GC ടോക്കണിൽ തന്നെ 2 പ്ലാൻ, ഒന്ന് ബേസിക് പ്ലാൻ, രണ്ടാമത്തെ പ്രീമിയം പ്ലാൻ. പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ലാഭവിധം കൂടി ഇവർക്ക് കിട്ടും. ബേസിക് പ്ലാനിൽ അതാത് സമയത്ത് വേരിയേഷൻ അനുസരിച്ച് കൊടുക്കുകയും മേടിക്കുകയും ചെയ്ത് അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് അവർ തന്നെ സ്വയം ട്രേഡ് ചെയ്യുന്നു. നമ്മുടെ എക്സ്ചേഞ്ച് വഴി അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. P2P എക്സ്ചേഞ്ച് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ടോക്കൺ കൊടുക്കുമ്പോൾ അന്ന് ഇപ്പൊ ഉദാഹരണം പറയണം, ഇപ്പൊ $1 നമ്മുടെ ടോക്കണിന്റെ മൂല്യം എന്ന് വിചാരിക്കുക. 1 കോടി രൂപയ്ക്കുള്ള ടോക്കൺ ഞാൻ കൊടുത്തു, അല്ല 2 കോടി രൂപയുടെ ടോക്കൺ കൊടുത്തു. അവർ സേഫായി. സിനിമയുടെ A to Z കാര്യം പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള നമ്മൾ ചെയ്യും. ആർട്ടിസ്റ്റ് ഒരു കംപ്ലീറ്റ് കാര്യം നമ്മൾ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു 5 crore ആണ് അതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഇവർക്ക് അതെങ്ങനെ, അല്ലെങ്കിൽ ഇവർ വേറെ ഒന്നും അറിയണ്ട? 5 crore ആണെങ്കിൽ ഈ 5 കോടിക്കുള്ള ടോക്കൺ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 5 കോടി ടോക്കൺ അവർ സേഫായി. ആ സിനിമ പിടിച്ചതിന്റെ 40% ലാഭവിധം കിട്ടും. ഈ ടോക്കണിന്റെ എമൗണ്ട് അന്ന് എത്രയാണോ, 3 വർഷം കഴിയുമ്പോഴുള്ള എമൗണ്ട് എത്രയാണോ അതും കിട്ടും. അതായത് അപ്പൊ ഒരു സിനിമ പിടിക്കണമെങ്കിൽ 3 വർഷം വെയിറ്റ് ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ല, 3 വേണ്ട. സിനിമ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലാഭവിധം അപ്പൊ തന്നെ 40% അത് ഏറ്റെടുത്തു. അതാണ് പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ. അപ്പൊ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാല് ഈ പ്രൊഡ്യൂസർമാർക്ക് സേഫായി. അത് നല്ലൊരു പോയിന്റ് കേട്ടോ. അല്ല പ്രൊഡ്യൂസേഴ്സ് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. അല്ല അത് വേണം, കറക്റ്റാ. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തന്നെ എനിക്കറിയാവുന്ന എന്റെ പല ഫ്രണ്ട്സുകളും അവര് പല സിനിമ എടുത്തിട്ട് കല്യാണ ഒരു സീനാണ്. കല്യാണം എന്ന് വെച്ചാല് പിന്നെ തുടക്കം എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരിക്കും എല്ലാ കാര്യവും. പക്ഷെ തിയേറ്ററിൽ ചെന്ന് റിലീസായി കഴിഞ്ഞിട്ട് പടം എടുത്ത് മാറ്റി കഴിയുമ്പോൾ കരച്ചിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, പ്രൊഡ്യൂസർ മാത്രം. ബാക്കി ആർട്ടിസ്റ്റ് ടെക്നീഷ്യന്മാർക്കൊക്കെ പേയ്മെന്റ് കിട്ടി, അവർ ഹാപ്പിയായി, അവർ അടുത്ത ഇതിനെ തപ്പി അടയ്ക്കണം. പക്ഷെ ഈ പ്രൊഡ്യൂസർമാരിങ്ങനെ ഓരോ വർഷവും അത് കേരളത്തിൽ മാത്രം, അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ എത്രയോ പ്രൊഡ്യൂസർമാരുടെ കാശ് പോകുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡ്യൂസറെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ ഫിലിം ഇൻഡസ്ട്രീനെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടോക്കൺ ഇവർക്ക് കിട്ടുമ്പോൾ ഇന്ന് $1 ആണ്, 3 വർഷം കഴിയുമ്പോൾ അതിന് 10 ആണെങ്കിൽ ഇട്ടതിന്റെ 3 ഇരട്ടി വാല്യൂ അവർക്ക് അവിടെ കിട്ടുകയും ചെയ്തു. ഇതിന്റെ സിനിമയുടെ ഇറങ്ങിയപ്പോൾ 40% കിട്ടും. ഇപ്പൊ ഞാൻ വേറെ സംശയം, ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു 200 പടം ഇറങ്ങണമെങ്കിൽ 150 പടം പൊട്ടിപ്പോവാതെ ഫ്ലോപ്പ് ആവുന്നു. അപ്പൊ ഈ നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുമ്പോ ഈ പടം വിജയിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഇവർക്ക് ലാഭം, ഈ 40% പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും? അതായത് പടം പൊട്ടിന്ന് വിചാരിക്കട്ടെ, സിനിമ പിടിച്ച ആളുടെ കാശ് മൊത്തം പോയല്ലോ, 40% കിട്ടിയല്ലോ, കിട്ടിയില്ല. പക്ഷെ ഇവർക്ക് കിട്ടിയ ടോക്കൺ ഉണ്ടല്ലോ, ആഫ്റ്റർ 3 ഇയേഴ്സിന് ശേഷം അവർ സെല് ചെയ്യുമ്പം അന്നത്തെ മൂല്യം എത്രയുണ്ടോ ആ മൂല്യത്തിന് അവർക്ക് സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. താങ്കളിപ്പോ ഒരു 2 പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. ഈ ക്രിപ്റ്റോന്റെ വാല്യൂ എന്തെങ്കിലും താഴേക്ക് പോവോ? അതായത് ഞാൻ ആദ്യം ചിന്തിച്ചത് നല്ലൊരു ചോദ്യമാണ്. ക്രിപ്റ്റോയുടെ വാല്യൂ എന്ന് പറയുന്നത് ട്രേഡിങ് കൂടുതൽ നടന്നാൽ മാത്രമേ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുള്ളൂ. അപ്പൊ ഡിമാൻഡ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിലേ വാങ്ങിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ട്രേഡിങ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? താഴത്തേക്ക് പോകും. ഈ താഴത്തേക്ക് പോകാനുള്ള മറ്റു ചില കാര്യം വെച്ചാൽ, ഇപ്പം ഈ ക്രിപ്റ്റോ സ്റ്റാർട്ട് ചെയ്യുമ്പം എയർ ഡ്രോപ്പ് കൊടുക്കും. അത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിലേ ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് ഒരു 10 ലക്ഷം കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാർ വേണം. അപ്പൊ ഈ 10 ലക്ഷം പേരെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നെങ്കിൽ അവരെ KYC ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ നിസ്സാര കാര്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? എയർ ഡ്രോപ്പ് കൊടുക്കും. അവർ പറയണത് ഇതിൽ നിങ്ങൾ വന്ന് KYC ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5000 ടോക്കൺസോ അല്ല കോയിൻസോ തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കയറി KYC ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് യൂസ് ചെയ്യും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള യൂസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു 10 ലക്ഷം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവര് ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ മീറ്റ് ചെയ്യും. അപ്പൊ അവർ പറയും ഇത്ര ലക്ഷം. അതെന്താണ്? ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യപ്പെടുന്നത്. അത് വേറൊരു വ്യൂ ആണ്. പക്ഷെ ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ കിട്ടുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കയറി രജിസ്റ്റർ. അപ്പൊ ബിനാൻസോ അല്ല അതേപോലുള്ള എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ഇത്ര കമ്മ്യൂണിറ്റിയിലുണ്ട്, അപ്പൊ ജെന്യൂൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് കയറി അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടോക്കൺസ് എല്ലാം ആക്റ്റീവ് ആവണമെങ്കിൽ ഒരു $100 വെച്ചിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പൊ 10 ലക്ഷം × 100 എന്ന് പറയുമ്പോൾ എത്രയും ഹ്യൂജ് എമൗണ്ട് ആയി. അപ്പൊ
അപ്പൊ അത്രയും ഒരു എമൗണ്ട് ഇവരുടെ കയ്യിലേക്ക് വന്നത് അവർ സേഫായി. ഓക്കെ. അതെ, ഈ ടോക്കൺസ് ഉണ്ടാക്കിയ ആൾക്കാർ സേഫായി. ബിനാൻസിന് ആവശ്യപ്പെടുന്ന 10-25 ലക്ഷം രൂപ കൊടുത്ത് അവർക്കും പൈസ കിട്ടി, ഇവർക്കും കിട്ടി. അതിനുശേഷം ഈ എയർ ഡ്രോപ്പ് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ചിനെ കൊണ്ട് സെല്ലിയായിടും. ഇപ്പൊ $1 വില ആണെങ്കിൽ അവൻ വിചാരിക്കണം 5000 കിട്ടിയല്ലേ, എന്നാൽ പിന്നെ ഒരു 90 പൈസയ്ക്ക് വിറ്റേക്കാൻ, നമുക്ക് 90 പൈസയ്ക്ക് കൊണ്ടുവിടും. അപ്പൊ അടുത്ത ആൾ വിചാരിക്കും എന്റെ ആ 90 പൈസ കിട്ടുക, എന്നാൽ പിന്നെ എന്റെ ഒരു 80 പൈസ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ സ്റ്റാർട്ട് ചെയ്യും. അവസാനത്തെ ആൾ പറയും 10 പൈസ കിട്ടിയാലും കുഴപ്പമില്ല, കാരണം 5000 കിട്ടില്ലേ, 100 പോകുള്ളൂ. അങ്ങനെ ഇതിന്റെ പ്രൈസ് നേരെ താഴത്തേക്ക് പോയാൽ പിന്നെ ഒരിക്കലും മേലോട്ട് പോയാല്. ഇപ്പൊ ലോകത്ത് ഏകദേശം 20,000-ഓളം കോയിൻസും ടോക്കൺസും ഉണ്ട്. അതിൽ 90% വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതാണ് എന്റെ സ്ട്രാറ്റജി. അതായത് ഞാൻ ഇതിൽ ചോദിക്കുന്നത്, താങ്കൾ ഈ JCD കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരാള്, ക്രിപ്റ്റോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ക്രിപ്റ്റോനെ തന്നെ താഴത്തേക്ക് പോകുന്നുള്ള ഒരു ഇത്രയും കാര്യം തുറന്നു പറയുമ്പോൾ ആൾക്കാർ നാളെ ഇതിലേക്ക് വരുമോ എന്നൊരു ചോദ്യം. അതെ, അത് വരാണ്ടിരിക്കാൻ എങ്ങനെ JCD ട്രസ്റ്റ് ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. 10ഓളം ഫിസിക്കൽ പ്രൊജക്ടിന്റെ ലാഭവിഹിതം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരാരും കൊണ്ടോ സെല്ല് ചെയ്യില്ല. ഓക്കെ. സെല്ല് ചെയ്യണമെങ്കിൽ അപ്പൊ ഇവര് സെല്ല് ചെയ്താലല്ലോ മാർക്കറ്റിൽ ആ പ്രൈസിൽ കിട്ടുള്ളൂ. അപ്പൊ സെല്ല് ചെയ്യാൻ ആളില്ലാത്തതിന്റെ കാരണം എന്താ? 10 പ്രൊജക്ട് നമ്മളുടെ ബെനിഫിഷ്യറി ആയി നിൽക്കുമ്പോൾ ഇവരുടെ ടോക്കൺ ഇവർ സെല്ല് ചെയ്യില്ല. കാരണം ഇവരുടെ സെല്ല് കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം പോയില്ലേ. അപ്പൊ ഈ 10 പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ മേജർ പ്രൊജക്റ്റാ, വെറുതെ ചെറിയ കേസല്ലത്. അതായത് ഇതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളല്ലേ. ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മ വന്നാൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഫിലിം ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഫാമിംഗ്, അങ്ങനെ നിരവധി പ്രൊജക്ടുകൾ ഇത് ജനകീയമാക്കിയും അതിന്റെ ലാഭവിഹിതം ജനങ്ങൾക്ക് കിട്ടുമ്പോൾ ഗുണം എന്തോ? അവരവരുടെ കയ്യില് ടോക്കൺ വിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഞാൻ പറയുന്ന വില, ഞാൻ ഡിസൈഡ് ചെയ്യുന്ന വില. കാരണം അവിടെ വിൽക്കാനില്ല, വാങ്ങാൻ ആൾക്കാർ ഏറെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ദിവസം 10 അടുത്ത ദിവസം 100, അടുത്ത ദിവസം 150, ഇങ്ങനെ വിടും. മറ്റ് ബിറ്റ്കോയിനും മറ്റുള്ളതൊക്കെ എങ്ങനെയാ വെച്ചാൽ ട്രേഡിങ്ങിൽ വരുന്ന വ്യത്യാസങ്ങളിലാണ് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് കൂട്ടിയും കുറയും വന്നത്. ഇവിടെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മളാണ് കിങ് എന്ന് പറയാൻ കാരണം, നിങ്ങളത് വിൽക്കണമെങ്കിൽ അത്യാവശ്യം കാര്യത്തിന് വിൽക്കുന്നത്. ഓക്കെ, അത് വളരെ തുച്ഛമായ ആൾക്കാരെ വിൽക്കുള്ളൂ, ബാക്കിയുള്ളവർ കളയാതെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് 10 പ്രൊജക്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇന്ന് $1 വാല്യൂ ഉള്ള ഈ JCD ടോക്കൺ $1 ലക്ഷം മാറും. അപ്പൊ ഈ $1 ലക്ഷം മാറുമ്പം 20 ടോക്കൺ എടുത്ത ആൾക്കാർക്ക് എന്തായിരിക്കും അവരുടെ എമൗണ്ട്? അപ്പൊ ഒരു 20 ലക്ഷം രൂപ സുഖസുന്ദരമായിട്ട്. 20 ലക്ഷം അല്ല, അതായത് $20 ലക്ഷം. 20 ടോക്കൺ ഇന്ന് 1850 എടുത്തെന്ന് വിചാരിക്കാം. 20 ടോക്കൺ $20 ലക്ഷം ആണ്. ഏകദേശം ഒരു 8 കോടി ആ ഒരു എമൗണ്ടിലേക്ക് വരും. അപ്പൊ ഏതൊരു സാധാരണപ്പെട്ടവനും അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യും. തന്നെയുമല്ല, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇത്രയും 140 കോടി മേലെ ജനമുണ്ട്. ഇവർക്ക് ഇവിടെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഏറ്റവും വലിയ ഒരു ജനകീയ പ്രസ്ഥാനങ്ങൾ വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയല്ലേ. ഇപ്പൊ ഓയിലിന്റെ ഒക്കെ പ്രൈസ് തീരുമാനിക്കണവരാണ്. എനിക്ക് സംശയം ആരാണ്? അത് ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ കൈകളിലാണ് ഇവരൊക്കെ നീന്തുന്നത്. കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടി ആരായാലും അവരൊക്കെ ഇതിനെ അംഗീകരിച്ചു കൊടുത്തെങ്കിൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ജനങ്ങൾ ഏറ്റെടുക്കണം. ജനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമാണ് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. അതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പെട്രോളിനൊക്കെ വില കുറയണ സമയത്ത് പോലും ഇവിടെ വില കുറയുന്നില്ല. അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. അതെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാൾ ഒരു പാടത്ത് പണിയുന്ന ഒരാള്, അയാൾ അന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ അവന് വരുമാനം ഇല്ല. ഉണ്ടാവും, ഇല്ല. പക്ഷെ അവനെയും കൂടി നിലനിർത്താൻ എന്ത് ചെയ്യണം? ഒരു ടോക്കണെങ്കിലും മേടിച്ച് കയ്യിൽ വെച്ചാൽ മതി. മാറാണ്ട്. ഞാൻ അതിന് എന്ത് വെച്ചാല്, ഞാനിപ്പോ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ പറഞ്ഞു, ഇപ്പൊ സ്റ്റാർട്ടിങ് ടൈമാണ്. ഇപ്പൊ ഇതിന്റെ റേറ്റ് അധികമല്ലോ, $1 1 കോടി ആൾക്കാർക്ക് ഞാൻ ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ 1 കോടി ആൾക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനം ബാധ്യസ്ഥമാണ്. അതായത് 20 ടോക്കൺ അവർ കൊടുക്കുകയാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഞാൻ ഒരു 20 ടോക്കൺ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ കുടുംബം രക്ഷപ്പെട്ടില്ലേ? ആ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ടോക്കൺ പർച്ചേസ് ചെയ്യുന്നത്? JCDയിൽ എനിക്കിപ്പോ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ എനിക്കൊരു ടോക്കൺ ഹോൾഡർ ആവണമെന്ന് വിചാരിക്കണമെങ്കിൽ എങ്ങനെ ഞാനത് പർച്ചേസ് ചെയ്യും? അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനകത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. അതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടയ്ക്കേണ്ട പേയ്മെന്റ് എത്രയാണ്, ഓരോ ടോക്കണിന് ഒരു പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് വിസിബിൾ ആണ്. അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം, ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു ഐഡിയ എല്ലാം കിട്ടും. Okay. അങ്ങനെ ഐഡിയ ഒക്കെ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് എവിടെ ഏത് റാങ്കിലാണ് നിൽക്കുന്നത്. Okay. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ആള് ഇതിനകത്ത് ജോയിൻ ചെയ്ത് തരിക, അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട്സിനെ ഇപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തു, 10% ടോക്കൺ അവർക്ക് കയറും. അല്ലാതെ MLM സ്റ്റൈൽ ഒന്നുമില്ല. പറഞ്ഞു വരുമ്പോ ആൾക്കാർ വിചാരിക്കും മണി ചെയിൻ ആണോ? അങ്ങനത്തെ ഒരു കേസ് ഞാൻ ചെയ്തില്ല. മണി ചെയിനോ അല്ല അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. ചെയ്യണ കാര്യം കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ ചെയ്യുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കോടീശ്വരനാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലല്ല. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇനിയുള്ള ജീവിതം, ഞാൻ എന്റെ കൺസെപ്റ്റ് അതാ, ഇനിയുള്ള ജീവിതം പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ആശയം അറിയുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവർത്തനമല്ലേ, അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് ഫ്രോഡ് അല്ലെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. അതെ, ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ പലതരത്തിലും, ക്രിപ്റ്റോയിൽ മാത്രമല്ല ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ നിങ്ങളെ ട്രസ്റ്റ് വർത്തിയാക്കുന്നു? ഏത് പോയിന്റിലാണ് ഒരാൾ നിങ്ങളെ വിശ്വസിക്കുക? അതായത് നമുക്ക് ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നു, കൈതൂപ്പി പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എനിക്ക് അല്ലെങ്കിൽ അള്ള അല്ലെങ്കിൽ യേശുദേവ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ വിശ്വാസമാണ് അല്ലേ? അല്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. എന്ന പോലെ ഇത് നമ്മൾ ഒരു കുറച്ചെങ്കിലും ഒരു വിശ്വാസത്തിൽ എടുത്തേ പറ്റുള്ളൂ. ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? അതായത് ദൈനംദിന പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കി കണ്ട് വിശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു രീതിയിലും അങ്ങനെ ഒരു വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അവർക്കൊരു തോന്നലുണ്ടാവണം, ഇത് ജെന്യൂൻ ആണ്, ട്രസ്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാത്തവര് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇടങ്ങേടുമാകും. കാരണം നമ്മളെപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതാ, നമ്മൾ എവിടെ ഏത് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ദൈവം നമുക്ക് തന്നു എന്ന് ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും അതിനൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരിക. എന്നിട്ട് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പബ്ലിക്കിന് പ്രയോജനമുള്ള രീതിയിലേക്ക് നമ്മളും കൂടി അതിന്റെ ഭാഗമാകുക. കൂടെ ചേരുമ്പോൾ പ്രവർത്തനം അറിയാൻ പറ്റുമല്ലോ. പയ്യത്തുനിന്ന് പനയും പിന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ ഉള്ളതുണ്ട്. അതിവിടെ പ്രാബല്യത്തിലാക്കുക എന്നുള്ളതാണ് GCയുടെ ലക്ഷ്യം. ഇനിയിപ്പോ ഈ എക്സ്ചേഞ്ചിന്റെ ഒരു കാര്യം പറഞ്ഞത്, എക്സ്ചേഞ്ചിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു. അപ്പോ GCDക്ക് ഒരു എക്സ്ചേഞ്ച് ഉണ്ടോ ഇപ്പൊ? അല്ല, ഇപ്പൊ നമ്മൾ അതിന്റെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സുമായിട്ട് ഡിസ്കഷൻ നടക്കുവാണ്. കാരണം എങ്ങനെയാണ് ഇത് സ്കാമിൽ പെടാണ്ട് നോക്കേണ്ടത്. ഹൈജാക്ക് ചെയ്യും, ഹാക്ക് ചെയ്ത് പോകുമല്ലോ. ഈ ഹാക്കിംഗ് നടക്കാണ്ടിരിക്കണം എന്ത് ചെയ്യണം? അപ്പൊ അതിന് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം, എല്ലാം സേഫ്റ്റി ടൂൾ ഉപയോഗിക്കണം. അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് മറ്റുള്ളവർ ചെയ്യാത്തതിനേക്കാളും കൂടുതൽ നമ്മൾ അതിനകത്ത് പോയിന്റ് കണ്ടെത്തണം. ഇപ്പൊ ഒരാള് ഹാക്ക് ചെയ്ത് പോകണമെങ്കിൽ, ഹാക്കിങ്ങിന് ഏറ്റവും ഇപ്പൊ നമ്മുടെ കയ്ക്കുന്ന ടോക്കൺ ഹാക്ക് ചെയ്ത് പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും സെല് ചെയ്യണം. വേറെ അടുത്ത് കൊണ്ട് സെല് ചെയ്യാല്ലേ ഹാക്ക് കൊണ്ട് കാര്യമുള്ളൂ. അത് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് എന്ന് കഴിഞ്ഞാൽ ഇവന് ഈ ഹാക്കേഴ്സിന് ഇവിടെ കൊണ്ടൊന്ന് സെല് ചെയ്യാൻ പറ്റും. പിയർ ടു പിയർ ആണ്, P2P എക്സ്ചേഞ്ച്. അപ്പൊ P2P എക്സ്ചേഞ്ചിൽ സെല്ലും ബയേഴ്സും നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ കാണാം. അപ്പൊ ബയേഴ്സിനെ കാണാം, സെല്ലേഴ്സിനെ കാണാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ വന്നുകൊണ്ട് ഒരാൾ സെല്ലിന് ഇപ്പൊ ഒരു 1000 ടോക്കൺ സെല്ലിന് ഇടിയാണ്. അപ്പൊ ഈ 1000 ടോക്കണിന്റെ ആരാണ് സെല് ചെയ്യാന്നുള്ളതിന്റെ KYC ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ KYC ചെയ്യണമെങ്കിൽ എന്താണ്, അല്ല പാസ്പോർട്ടോ അല്ല ആധാർ കാർഡോ അല്ല അതുപോലെ ഡോക്യുമെന്റ്സ് എല്ലാം വേണം. ഈവൻ മൊബൈൽ നമ്പറും മൊത്തം എടുത്തിട്ട് അതെല്ലാം നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അപ്പൊ അതിനകത്ത് സ്കാം ആണെങ്കിൽ അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, തന്നെ തൂക്കെടുത്ത് മാറ്റിക്കളയും. അതാ വേറെ എക്സ്ചേഞ്ചിലാണ് ഞാൻ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ? ഞാൻ അറിയത്തില്ല, നമ്മളെ ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് സെല് ചെയ്തു, അല്ലെ അവൻ ഹാക്ക് ചെയ്ത് അവിടെ കൊണ്ട് സെല് ചെയ്തു. ഇപ്പൊ ബിനാൻസിൽ ആയിക്കോട്ടെ, വേറെ അവൻ ചെന്നിട്ടും ഈ പിയർ ടു പിയർ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലാണല്ലോ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടത്തി ഈ ഇദ്ദേഹം പറയാണ്, ഞാൻ ഇത് ഒരു ഇത്ര $ന് സെല് ചെയ്യാം. ഈ സെല് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അവനെ വെക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആ എക്സ്ചേഞ്ചിൽ ഒരു എസ്ക്രോ സിസ്റ്റം വരും. അപ്പൊ എസ്ക്രോ സിസ്റ്റത്തിൽ വരുമ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം ഇടപാട് നടത്തുന്നത് കൃത്യമാണോ എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ. അപ്പൊ അത് നോക്കണമെങ്കിൽ രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്ക്, ഇയാളുടെ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, അവരുടെ വാലറ്റിലേക്ക് ടോക്കൺ ചെല്ലും. ഇത് ഞാൻ അറിയത്തില്ല. അപ്പൊ ഈ ഹാക്ക് ചെയ്ത ആൾക്കാർക്ക് അവിടെ കൊണ്ട് വിറ്റതും പിടിച്ചതും ഇയാൾക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും അവരുടെ കയ്യിലില്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സും KYC ഉള്ളതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഒരു കംപ്ലൈന്റ് വരുവാണ്, എൻ്റെ വാലറ്റിൽ നിന്ന് ഇത്ര ടോക്കൺ പോയി എന്ന് പറയുമ്പോൾ നമ്മളത് വാച്ച് ചെയ്യും. കാരണം ഇതെല്ലാം മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ എക്സ്ചേഞ്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് GCD ടോക്കൺ മേടിച്ചു കഴിഞ്ഞാൽ GCD തന്നെ സെല് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഇതൊരു യൂട്ടിലിറ്റി ടോക്കൺ. അതായത് നമ്മൾ 10ഓളം പ്രൊജക്ട് വരുന്നല്ലേ, ഈ 10ഓളം പ്രൊജക്ട് വരുമ്പോൾ ഈ 10ഓളം പ്രൊജക്ടിന്റെ ലാഭവിധവും അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസാക്ഷനൊക്കെ വളരെ കൂടുതലായിരിക്കും. കാരണം മേജർ പ്രൊജക്റ്റിൽ ഏതൊരു വ്യക്തിയും
ഇതൊരു ATM കാർഡ് പോലെ സിസ്റ്റത്തിലേക്ക് വരും. ഉം. അപ്പൊ ആൾക്കാർക്ക് കടയിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഇവരുടെ ലോക്ക് പീരീഡിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഈ ഓഫറായിട്ട് കിട്ടുന്നതും അല്ലെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ടോക്കണൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ കടക്കാരൻ സ്വീകരിക്കുന്നതിലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇന്ന് ഒരു 10,000 രൂപയുടെ സാധനം മേടിച്ചു, 10,000 രൂപയുടെ ടോക്കൺ ഇന്ന് കിട്ടി. അതായത് 10,000 രൂപയുടെ ഇപ്പൊ പലവ്യഞ്ജനായിക്കോട്ടെ, അപ്പൊ 10,000 രൂപയുടെ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് ഇദ്ദേഹം മേടിച്ചു. ഓക്കെ. അപ്പൊ ഇദ്ദേഹം മേടിച്ച് പിറ്റേ ദിവസം $1 കൂടി, അപ്പൊ 10,000ന്റെ ഭാഗത്ത് 20,000 രൂപ കടക്കാരന് കിട്ടി. ഓക്കെ. അപ്പൊ കടക്കാരൻ പറയും, ഞാൻ ഈ വിറ്റേനേക്കാളും മല്ലിയും മുളകും ഇതൊക്കെ വിറ്റേനേക്കാളും കൂടുതൽ പൈസ എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്യും, ഈ ടോക്കൺ മേടിക്കാൻ ആൾക്കാർ കൂടുതലായിരിക്കും. അത് ഈ വ്യാപാരി വ്യവസായികളൊക്കെ ഈ ടോക്കൺ തന്നെ വേണമെന്ന് പറയും. അതായത് നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, പകരം ടോക്കൺസ് വരും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്തുള്ളൂ. ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് അവിടെ ഈവൻ ഷൂ പോലും നമുക്ക് ഈ ക്രിപ്റ്റോ വഴിക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു, ഈ ആച്ച് ബുക്കിംഗ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ നമ്മള് ഡോളറിന്റെ ഒരു അല്ലെങ്കിൽ AD അവിടെ കാണിക്കുന്നത് തൊട്ട് താഴെ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ എന്താ സംഭവം, നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. അത് തന്നെയാണ് ഇവരുടെ GCയുടെ ഈ കാർട്ടിലും ഞാൻ നോക്കിയപ്പോ കണ്ടത്. അത് എത്രത്തോളം ഇപ്പൊ ആൾക്കാർ യൂസ് ചെയ്ത, അതായത് നമ്മളിപ്പോ നമ്മുടെ എക്സ്ചേഞ്ച് വന്നതിന് ശേഷമായിരിക്കും അത് നമ്മൾ കൈകാര്യം സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ. ഇപ്പൊ അത് ഇത് GC ടോക്കൺ കൊണ്ട് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ ഹോൾഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ എക്സ്ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ കടക്കാരും അവരിത് അക്സെപ്റ്റ് ചെയ്യണം. അതായത് എന്റെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങളുടെ ഈ ടോക്കൺ വഴി പർച്ചേസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാർഡ് സിസ്റ്റത്തിൽ സ്വപ്പ് ചെയ്ത് ചെയ്യത്തില്ലേ, ക്രെഡിറ്റ് കാർഡൊക്കെ സെയിം അതേപോലെ തന്നെ നമ്മുടെ കയ്യിരിക്കുന്ന ടോക്കണിന്റെ വാല്യൂ എത്രയാണോ അത് വാല്യൂ ഓൾറെഡി നമ്മുടെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവർക്ക് ഇപ്പൊ 10,000 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൈസയുടെ ടോക്കൺ ഇവരുടെ വാലറ്റിലേക്ക് പോകും. ഓക്കെ. അപ്പൊ അത് നമ്മൾ കാർഡ് കൊടുത്ത് പിൻ നമ്പർ അടിക്കുമല്ലോ. അങ്ങനെ അതിലൊരു ചെറിയൊരു സംശയം ചോദിക്കട്ടെ. അപ്പൊ താങ്കളൊരു ഷോപ്പ് നടത്തുന്നു, ഞാൻ അതിൽ ക്രിപ്റ്റോ വെച്ചിട്ട് മേടിക്കുന്നു, 10 ക്രിപ്റ്റോ അല്ലെങ്കിൽ എത്ര കോയിൻ താങ്കൾ എടുക്കുന്നു. എനിക്ക് അവിടെ ലോസ് അല്ല വരുന്നത്? അങ്ങനെ നമ്മൾ പൈസക്ക് വരും ഇത് കൊടുക്കുന്നു. അല്ല, അപ്പൊ ഞാൻ ആ ക്രിപ്റ്റോ വീണ്ടും റീഫിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യണം. അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഒക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണെങ്കിൽ ഇപ്പൊ നോട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ 500 നോട്ട് 10,000 ഉണ്ട്, നമുക്കത് ഉപയോഗിക്കണം. അത് കൊടുത്താൽ പിന്നെ തിരിച്ചെന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ വീണ്ടും 5,000 അല്ലെങ്കിൽ 500 നോട്ട് വേറെ മേടിക്കേണ്ടി വരും. പക്ഷെ ഇതിലൊരു ഗുണം എനിക്ക് മനസ്സിലാക്കിയത്, നിങ്ങളിപ്പോ ഒരു 500 നോട്ടിന് പകരം ഒരു 500 ക്രിപ്റ്റോ കൊടുക്കുകയാണെങ്കിൽ ആ 500 ക്രിപ്റ്റോ നിങ്ങൾക്ക് കിട്ടുന്ന ചിലപ്പോൾ ലാഭം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ആകണം. ഇപ്പൊ ഇന്നൊരു ക്രിപ്റ്റോ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് 500 1000 എത്ര വേണമെങ്കിലും ആകാം. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചെന്നൈയിലെ ഒരു കമ്പനിയായിട്ട് സംസാരിച്ചപ്പം അവരുടെ മിഷനറിയൊക്കെ 10 ലക്ഷം രൂപ വിലകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ സൈറ്റ് വഴിയൊക്കെ വിൽക്കാൻ പറ്റും. എന്താ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ മാർട്ടിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, ആമസോണിലുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഈ GCD മാർട്ടും തപ്പി നിങ്ങൾ വരുമ്പോൾ. അപ്പോൾ ഇവർ പറഞ്ഞു, അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ത്യ മാർട്ടിൽ നിന്ന് നിങ്ങൾ ഒരു വർഷത്തേക്ക് 4 ലക്ഷം 5 ലക്ഷം കൊടുക്കണം, ഫീസ് കൊടുക്കണം. ഈ 4-5 ലക്ഷം രൂപ ഫീസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ 10 ലക്ഷം രൂപയുടെ മിഷനറി വിറ്റു, ബാങ്കിൽ ആ 10 ലക്ഷം രൂപ വരികയും ചെയ്യും. പക്ഷേ നിങ്ങൾ GCD മാർട്ട് വഴിയാണ് ആ സാധനം വിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു കമ്മീഷൻ തരും. ആ കമ്മീഷൻ ഞങ്ങൾ എന്ത് ചെയ്യും? ബയേഴ്സിന് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ടോക്കണായിട്ട് കൊടുക്കും. ഒന്നത് ഇത് നിങ്ങൾ GCD ടോക്കണാണ് മേടിച്ച് വെക്കണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് $1 വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് 10 ലക്ഷത്തിന്റെ ഭാഗത്ത് 20 ലക്ഷം ആസ്തി വരും. നിങ്ങളിത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ ലാഭം ഉണ്ടാകും. പക്ഷേ GCD ടോക്കൺ മേടിച്ചുകൊണ്ട് 10ന്റെ ഭാഗത്ത് നിങ്ങൾക്ക് 20 ആകും. അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ എമൗണ്ട് വർദ്ധിച്ചു വരും. പക്ഷേ ഇതിന്റെ റേറ്റ് താഴത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എയർ ഡ്രോപ്പ് ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ. ഒരു വ്യക്തിക്കും എയർ ഡ്രോപ്പ് കൊടുത്തിട്ടില്ല, ഫ്രീ ആയിട്ട് ഒരാൾക്കും കൊടുക്കില്ല. പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർക്കൊക്കെ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഹാർഡ് വർക്കിന് അനുസരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കും. പക്ഷേ വെറുതെ ഒരാൾക്കും കയറി കുടിക്കില്ല. ഇനി അഥവാ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കോടി ആൾക്കാർക്ക് ഈ 20 ടോക്കൺ വെച്ച് കുടിക്കുകയാണെങ്കിൽ ഏകദേശം 20 കോടി 40 ലക്ഷം രൂപയുടെ ചെലവ് വരും, ആ ടോക്കൺ ചെലവ് വരും. പക്ഷെ 1 കോടി കസ്റ്റമർ എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ പ്രസ്ഥാനമാണല്ലോ GCD. അപ്പൊ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്, അതായത് നമ്മുടെ ഈ GCD മാർട്ട് ഓൺലൈൻ ആണല്ലോ. ഈ 1 കോടി അവരുടെ പ്രസ്ഥാനമായിട്ട് മാറുമ്പം അവർ വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോഴും നമുക്ക് ഈ ഫണ്ട് തിരിച്ചു വരും. അപ്പൊ 1 കോടി ആൾക്കാരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരും രക്ഷപ്പെട്ടു. ഇതാണ് ഇതിന്റെ ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും.
അതല്ല സ്വന്തം പോക്കറ്റാണ് വീർപ്പിക്കാൻ നോക്കണമെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഈ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാന്ന് പറയുമ്പോൾ ഇതില് രാഷ്ട്രീയം വരുന്നൊരു കാര്യം കൂടിയാണ്. അതായത് പൊളിറ്റിക്സ് ഇല്ലാതെ നമുക്കൊരു ബിസിനസ്സും ഈ കാലത്ത് നടത്തില്ല. GCD എങ്ങനെ പൊളിറ്റിക്കലി സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നു? അതായത് GCD പാർട്ടി എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ വ്യാപാര വ്യവസായങ്ങളിൽ പങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ നേട്ടം കൊടുക്കുകയും, എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരുണ്ടാവും, രാജ്യം ഭരിക്കുന്ന ആൾക്കാരുണ്ടാവും, സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇപ്പൊ ഗവൺമെന്റിന് പല പല പ്രൊജക്ട് ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ റോഡ്, പാലം പണി, അതുപോലുള്ള ഒത്തിരി പ്രൊജക്ട്. അതായത് നമ്മുടെ രാജ്യം ഉയരുന്നതനുസരിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഹൈവേയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആയിരം കോടിയുടെ വർക്ക് നടക്കുന്നത്. അത് വെറും കൊച്ചു കേരളത്തിൽ തന്നെ ഇത്രയും ഡെവലപ്മെന്റ് നടക്കുക. നമ്മളതിൻ്റെയൊക്കെ എമൗണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിടുത്തം കിട്ടത്തില്ല. അതേപോലെ ഒരു ഓരോ സംസ്ഥാനത്തും ഇതുപോലെ പ്രൊജക്ട് നടക്കുന്നുണ്ട്. ഈ പ്രൊജക്ടിന് ഒരു മേജർ പ്രൊജക്ട് നമ്മൾ, അതായത് കമ്പനിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റിയിട്ട് ഇവിടെയുള്ള കമ്പനിക്കാർ, അതായത് ചെറിയ ചെറിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് അവരിലേക്ക് എത്തിക്കുക, അതിന്റെ ബെനിഫിറ്റ് എത്തിക്കുക. അപ്പൊ റോഡ് ഇപ്പൊ നമുക്ക് അറിയാലോ, പാലാരിവട്ടം പാലത്തിന്റെ കേസൊക്കെ അറിയാലോ അല്ലെ, എല്ലാവർക്കും അറിയാം എത്ര നഷ്ടങ്ങളാവുന്ന, ആർക്കൊക്കെ നഷ്ടം വന്നു. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്ന വർക്ക് ഒരു കാര്യം ചതിയോ ഒരു കാര്യം ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് കമ്മീഷൻ അടിച്ച് മാറ്റുന്ന കാര്യമില്ലല്ലോ, എന്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇവർക്കത് കമ്മീഷൻ അടിച്ചേ മാറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒരു 100 കോടിയുടെ പ്രൊജക്ട് ആണെങ്കിൽ അത് പല ആൾക്കാർക്കും വീതം വെക്കേണ്ടി വരും. ഈ വീതം വെച്ചതിന്റെ ബാക്കി സാധനങ്ങളെ ഈ റോട്ടിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ക്വാളിറ്റി ഇല്ലാത്തതിന്റെ കാരണം. 10 കമ്പി കണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരു കമ്പി, ചിലപ്പോൾ അര കമ്പി പോലെ ഉണ്ടാവുള്ളൂ. അതങ്ങനെ സംഭവിക്കണം. എന്താ ചിലയിടത്തൊക്കെ ഭിത്തിയൊക്കെ ഇങ്ങനെ ചെറുതിയൊക്കെ കളയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന കൈക്കൂലിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെയും കൂടി ലാഭം നോക്കിയിട്ടാണ് അവരിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കൺ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ടോക്കൺ മാത്രം മതി അവർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ. കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അവിടെ. നമ്മളത് ചെയ്യില്ല. ചെയ്യുന്ന കാര്യം അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പൊ നിരവധി പ്രൊജക്റ്റാണ് ഇന്ത്യയിലുള്ളത്. ഇത് ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ കേരളത്തിൽ നിന്ന് ഇതിനെപ്പറ്റി നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ മൊത്തത്തിൽ കറങ്ങുക. പക്ഷെ ഇങ്ങനെ ഒരു ഐഡിയോളജി പുറത്തേക്ക് ഇപ്പൊ കമ്മിങ്, അപ്പൊ ഇതിനെങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാരെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനാണ് ഏത് പാർട്ടിയിലും അപ്പൊ അതെങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. അല്ല, രാഷ്ട്രീയക്കാരിപ്പോ ചിലര് നമ്മളെ ശരിക്കും എതിർക്കാൻ ആൾക്കാരുണ്ടാവും. എതിർക്കണവര് എല്ലായിടത്തും ഇല്ലേ. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലും എതിർത്ത് സംസാരിക്കുന്നില്ല. പുള്ളി 18 മണിക്കൂർ ഓടുകയാണെന്ന് രാജ്യത്ത് പല പല ബിസിനസ്സും ഒക്കെ കൊണ്ടുവരുന്നത്. എന്നാലും പുള്ളിനെ തെറി പറയുന്നില്ല. അപ്പൊ തെറി പറയാൻ എപ്പോഴും ഉണ്ടാവും. അതായത് പോസിറ്റീവും നെഗറ്റീവും വേണം. നെഗറ്റീവ് പറയാൻ ആളുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡപ്പ് ആവുള്ളൂ. അപ്പൊ അവര് കയറി ഏറ്റുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടും. ഹൈ അല്ലെ നല്ലതാണെന്ന് പറയാൻ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ. എതിർക്കാനാണ് ആൾക്കാർ കൂടുതലുള്ളത്. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഭരിക്കുന്ന പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യും. അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഭരണത്തിലിരിക്കുമ്പം അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. എന്നിട്ട് അല്ലാണ്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ സംസ്ഥാനം പിടിച്ചെടുക്കുന്ന രാജ്യം പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ വ്യാപാര വ്യവസായങ്ങളിൽ നമുക്ക് മുഖ്യ പങ്കാളിത്തം വരണം. ഇപ്പൊ ഞാൻ ചോട്ടെ, കേരളത്തിലെ ഊരാളുകളുടെ സൊസൈറ്റി അവരെന്തുമാത്രം കോടിക്കണക്കിന് രൂപയുടെ വർക്ക് കിട്ടുന്നു. അത് ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലേ. അത് കുറച്ച് പേർക്ക് മാത്രമായിരിക്കും. ഒരു ടെൻഡർ പോലും വിളിക്കാണ്ട് എന്തുമാത്രം വർക്ക് കിട്ടിയത്. എൻ്റെ കൺസെപ്റ്റിൽ ഇത് മൊത്തത്തിൽ ജനങ്ങൾക്ക് കിട്ടുക. അത് ഒരു എന്താ പറയാ, ഒരു ദുബായിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു മലേഷ്യ ഇരിക്കുന്ന വ്യക്തിക്ക് പോലും ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. എങ്ങനെയാ അവൻ ടോക്കൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആൾക്കാർ ടോക്കൺ എടുത്തുകൊണ്ട് നമ്മുടെ ബെനിഫിറ്റ് കിട്ടുന്ന അവനും കൂടി കിട്ടും. അപ്പൊ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ശരിയായില്ലേ? ഞാൻ പറയണത് എല്ലാവരും ഒരു 10,000 കണക്കിന് വാങ്ങിക്കണമെന്നല്ല, ഒരു 100 ടോക്കണെങ്കിലും ഈ സമയത്ത് അവർ വാങ്ങിച്ചു വെക്കുക. നിങ്ങൾ അതായത് ഒരു 10,000 രൂപയുടെ താഴെ എന്ന് വിചാരിക്കുക. 10,000 രൂപ നമുക്ക് എത്ര ദിവസം കഴിയാണ്ടാവും. പക്ഷെ നിങ്ങൾ നല്ലൊരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മളെല്ലാവരും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒത്തൊരുമ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ നമുക്ക് ഒരു കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഇല്ലേ. അതിന് ഭരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ചിലപ്പോൾ കൊടി പിടിക്കാൻ പോകാനോ സമരം ചെയ്യാൻ പോകാനോ ആരെങ്കിലും തെറി പറയാൻ പോകാനോ ഇതിനൊന്നും നമുക്ക് നേരമില്ല, നമുക്ക് സമയമില്ല. നമ്മുടെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, ഈ നാട്ടിൽ ഈ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം കിട്ടാൻ പറ്റുന്ന രീതിയിൽ. കാരണം ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മളൊരു മാറ്റം വരുത്തേണ്ട സമയമാണത്. എത്രയോ കർഷകർ സൂസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ ബിസിനസ്സുകാര് ബിസിനസ് നിർത്തുന്നു. അതിനൊക്കെ ഒരു നല്ലൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ആശയം വളരെ നല്ലൊരു
അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഭാവിയിൽ വരട്ടെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 10 പ്രൊജക്ടുകൾ അതെ. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അതിൽ 2 പ്രൊജക്ടുകൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വന്നു. അതെ ഇനിയിപ്പോ 3ാമത്തെ പ്രൊജക്ട് ഫിലിം ഇൻഡസ്ട്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതെ ബാക്കി 7 പ്രൊജക്ട് എന്തൊക്കെയാണ്? അതായത് ഒന്ന് നമ്മൾക്ക് അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് നമുക്ക് ഏറ്റവും ആവശ്യമല്ലേ. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് ഇത് കൂടിയേ പറ്റുള്ളൂ. അതെ. ആ അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കിടപ്പുണ്ട്, വെറുതെ ആയിട്ട് കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല, അതായത് വിഷമടിക്കാത്ത ഭക്ഷണങ്ങൾ പല അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റണം. അത് ഈ കാണുന്ന തരിശായിട്ട് കിടക്കുന്ന ഭൂമിയെ നമുക്ക് എന്ത് ചെയ്യണം? പരമാവധി ഇപ്പോൾ ഓരോ ആൾക്കാരുടെ പേരിലാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു ലീസിനോ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓർഗാനിക് ഫാം പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വന്ന പല പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഈ സത്യം അറിയാമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റും, നിവൃത്തിയില്ല. അപ്പോൾ നമുക്കിത് ആവശ്യമാണ്. നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ഈ ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതാത് പ്രദേശത്ത് നമുക്ക് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ലീസ് എടുത്ത് അവരെ കൊണ്ട് അവിടെ വർക്ക് ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യിക്കുക. അങ്ങനെ ആ കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കോഴി, ആട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മുട്ടയും അല്ല മറ്റുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ കോഴി തന്നെ ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക, കുഴിമന്തിയും അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പൊ സ്ഥിരം ഭക്ഷണമായിട്ട് മാറി. പക്ഷെ ഈ കോഴീനെയൊക്കെ ഒരു 15 അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് മുട്ടയിൽ നിന്ന് ഇത്രയാക്കി എടുക്കുന്ന കെമിക്കലൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ ദിവസവും കഴിക്കുന്ന സാധനം ഇത് നമ്മുടെ ബോഡിയിൽ എങ്ങനെ അഫക്ട് ചെയ്യും? അതായത് ഫാം നടത്തവന് ലാഭം കിട്ടണം, അതിനവൻ എന്ത് പ്രയോഗം ചെയ്യും. പക്ഷെ ആ ഫാം നടത്തുന്നവൻ ഒരു 20 ടോക്കൺ എടുത്ത് ചുമ്മാ ഇരുന്നാൽ മതി ഒരു 10 വർഷത്തേക്ക്. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, ഈ പോയിസണായിട്ടുള്ള സാധനമൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജനങ്ങൾ കൂടുതലും സമ്പത്ത് ആഗ്രഹിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് കൃഷിയിലാണേലും മറ്റേ ഫാമിങ്ങിലാണോ ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു ബോധവൽക്കരണം കിട്ടിയെങ്കിലേ അവരും നേരെയാവുള്ളൂ. കാരണം നമ്മൾ എങ്ങനെയൊക്കെ വഴിതെറ്റി അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കിയാലും ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുക എന്നുള്ള തിരിച്ചറിവ് വേണം. കാരണം ഇപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ 2 രീതിയിലുള്ള പച്ചക്കറി ഉണ്ടാക്കാറുണ്ട്. ഇങ്ങോട്ട് വിടാനും പിന്നെ അവർക്ക് കഴിക്കാനുള്ള വേറെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടുള്ളൂ, എനിക്ക് സത്യം എനിക്കറിയില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മാറ്റം ഉണ്ടാകണം ആ മേഖലയിൽ. പിന്നത്തത് IT ഇൻഡസ്ട്രിയാണ്. IT ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പണ്ടൊക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് സ്റ്റാഫിനെ വെച്ച് ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ IT പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ സാലറി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇവിടെ നിർത്തിക്കൊണ്ട് അവിടെയുള്ള വർക്കുകളൊക്കെ ഇപ്പോൾ ഈ ഇൻഷുറൻസ് പോലുള്ള കുറേ ഡോക്യുമെന്റേഷൻ ഒക്കെ നടക്കുന്ന ഈ IT ഇൻഡസ്ട്രിയിലാണ്. പക്ഷേ ഇനി അവിടെയും ചില തകർച്ച വരും. കാരണം AI ടൂൾ വന്നു കഴിഞ്ഞപ്പം അവർക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ എല്ലാം ചെയ്ത് കഴിയും. അതെല്ലാ മേഖലയ്ക്കും ഇപ്പോൾ AI ടൂൾ പായി കഴിയും. ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ അതുപോലുള്ള രംഗത്തേക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ ഒരു സിനിമയുടെ ഒരു സീൻ എഴുതണം, നമ്മൾ അതിന്റെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സീൻ വീഡിയോസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കാലം മാറി. അപ്പോൾ ആ മേഖലയ്ക്കൊക്കെ കുറെ ബുദ്ധിമുട്ട് വരും. പക്ഷെ അവർക്കും എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം കൊണ്ടുവരണം. അതേപോലെ തന്നെ മറ്റേ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആയുർവേദം അലോപ്പതിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ആ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ട്രീറ്റ്മെന്റ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എന്താ പറയാ, എന്തെങ്കിലും പോരായ്മ പോലെയൊക്കെ ഫീൽ ചെയ്യാൻ ബെഡ് പോലും ഇല്ലാത്ത അവസ്ഥ. അതെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകുന്നത്. പ്രൈവറ്റ് മേഖലയിലേക്ക് ചെല്ലുമ്പോൾ എന്താ കുഴപ്പം? അവർ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഡോക്ടർമാർക്കൊക്കെ വെക്കുമ്പം ഈ പൈസ കളക്ട് ചെയ്യണത് പേഷ്യൻസിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് വഴിവിട്ട് ചിന്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണം. ഇനി ഒരു ഡോക്ടർ ആവണമെങ്കിൽ MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നീറ്റ് എക്സാം എഴുതി അതിന് ശേഷമായിരിക്കും അവർക്ക് കിട്ടും. എത്ര പേർക്ക് കിട്ടും? ബാക്കിയുള്ളവരെല്ലാം 1 കോടിയും 90 ലക്ഷവും പിന്നെ വിദേശത്തൊക്കെ പോയി പഠിക്കും. അപ്പൊ ഡോക്ടർ മനസ്സിലും ഒരു നല്ല ചിന്താഗതി വന്നെങ്കിൽ അവന് പഠിക്കാനുള്ള നല്ല സാഹചര്യം വേണം. ഫീസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫീസിൽ മാത്രം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് തന്നെ നല്ലൊരു സേവനം പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ എന്ത് പറ്റും? 1 കോടിയൊക്കെ മുടക്കി പഠിച്ചു കഴിയുമ്പോൾ ഈ 1 കോടി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് അവരും ചൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ആ മേഖലയും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത മെഡിസിനൊക്കെ നമ്മളെ കൊണ്ട് എടുപ്പിക്കുക. അപ്പൊ നമ്മുടെ ഒരു പ്രസ്ഥാനമാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു മെഡിസിനും വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഓരോരുത്തരുടെ കയ്യിരിക്കുന്ന ടോക്കൺസ് ആയിരിക്കും. അത് ഡോക്ടർക്ക് കൊടുക്കാം, നേഴ്സുമാർക്ക് കൊടുക്കാം, വന്യ പേഷ്യൻസിന് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ ഒരു സർക്കുലേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യൻസിനെ നമുക്ക് ദൂർത്തടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ മേഖലയും നമ്മൾ ഇതിനകത്ത് ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ഹെൽത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹെൽത്തിൽ തന്നെ നമുക്കറിയാം എന്തെല്ലാം
ആ മരുന്നുകൾ നമ്മൾ തന്നെ കഴിച്ച് നമുക്ക് വേറെ അസുഖം ഉണ്ടാകുന്നത്. ഇത് ഈ മരുന്ന് തന്നെ ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി എന്നൊക്കെ ആർക്കും വല്ല അന്വേഷണം ഉണ്ടോ? മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മേടിക്കുന്നു, കഴിക്കുന്നു. ആ മെഡിക്കൽ സ്റ്റോർ പോലും ഡോക്ടർ പറഞ്ഞ സ്ഥലത്ത് പോയാലേ കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാം. കാരണം അവിടെ എല്ലാം ഒരു ബിസിനസ് മൈൻഡാണ് ഇവർക്കുള്ളത്. അങ്ങനെയുള്ള ആ സംഭവം. പിന്നെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഹോസ്പിറ്റല്, ട്രാവൽ ആൻഡ് ടൂറിസം. ഓക്കെ, ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത് ഇന്നും പണ്ടത്തെ പോലെ അല്ല. ജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പലയിടത്തും ട്രാവൽ ചെയ്യും. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ തായ്ലാൻഡിൽ പോയോ അല്ലെങ്കിൽ വേറെ US പോയോ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷത്തിന് പോയെന്ന് വിചാരിക്കുക. അപ്പൊ 1 ലക്ഷം പോകുമ്പോൾ എനിക്ക് ആ നഷ്ടം കൂടി എന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ ഈ നല്ലൊരു സന്തോഷത്തിന് വേണ്ടി കറങ്ങാൻ പോകണം. അപ്പൊ നമ്മൾ ചെലവഴിച്ച പൈസ കയ്യിൽ നിന്ന് പോണോട് വെച്ച് നോക്കുമ്പോൾ ഒരു സന്തോഷക്കുറവുണ്ടാവും. തിരിച്ചെത്തുമ്പോ കണക്ക് നോക്കുമ്പോഴാണ് ഞാൻ അവിടെ പോയി 2 ദിവസം 3 ദിവസം കറങ്ങി എന്റെ 2 ലക്ഷം രൂപ പോയി. ഇവിടെ നമ്മളാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങണമെങ്കിൽ ഇവർക്ക് നമ്മുടെ പാക്കേജിൽ എന്ത് ചെയ്യും, ഈ ടോക്കൺ കുറച്ച് കൊടുക്കും. അപ്പൊ ടോക്കൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരുടെ യാത്രയുമായി ഇവരുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കഴിഞ്ഞ് ഇവിടെ വരുമ്പം നമ്മൾ കൊടുത്ത ഈ ഫ്രീ ടോക്കൺ, അതായത് നമുക്ക് കിട്ടിയ ലാഭത്തിന്റെ വീതമാണ് ഇവർക്ക് ടോക്കൺ കൊടുക്കുന്നത്. ഈ ടോക്കണിന്റെ മൂല്യം വർദ്ധിച്ചു വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ ട്രാവൽ ചെയ്ത ആൾക്കാർക്ക് ഇത് വലിയ ബെനിഫിറ്റ് ആയിട്ട് മാറും. ഇവരിപ്പോൾ 1 ലക്ഷമായി മുടക്കി ചിലപ്പോൾ ഇവർക്ക് ഒരു ടോക്കണായിട്ട് കൊടുക്കുന്നത് അത് $1 ലക്ഷം വന്നാൽ അവൻ ഹാപ്പി ആയില്ലേ. അത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. കുറച്ചാളൊന്ന് എടുത്തു വയ്ക്കുക. നിങ്ങൾ എന്തായാലും ട്രാവൽ ചെയ്തല്ലോ, നിങ്ങളുടെ അടുത്ത് 5 പൈസ മേടിച്ചിട്ടില്ല. കമ്പനിയാണ് നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് 1 ടോക്കൺ അല്ല 10 ടോക്കൺ തന്നത്. അപ്പൊ ഈ 10 ടോക്കൺ അവൻ സേഫ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഗുണം എന്താ, ഇവൻ ഇന്ന് മുടക്കിയ ഈ 2 ലക്ഷം രൂപ അവന് തിരികെ അതിലും കൂടുതൽ കിട്ടാനുള്ള. അതുകൊണ്ട് ആ ട്രാവൽ മേഖലയിലൊക്കെ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. കാരണം ഒരു എക്കോ സിസ്റ്റമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ മേഖലയും കടന്നു പോകും. അപ്പൊ നമുക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റണം, വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം. ഏതെല്ലാം മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപോലെ പ്രയോജനം ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ജനങ്ങൾ ഇത്രയും നമ്മളിപ്പോ ഇങ്ങനെ ആക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളതും ഓരോ വ്യക്തികളും നമ്മുടെ കൂടെ ചേർന്ന് അവരുടെ സപ്പോർട്ടും അവരും കൂടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി വർദ്ധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. എഡ്യൂക്കേഷൻ സെക്ടറിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവരാൻ പറ്റുന്ന വെച്ചാൽ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പഠിക്കണ രീതിയും അതുപോലെ തന്നെ കുറെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റമാറ്റിക് അല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു MA അല്ലെ BA അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡിഗ്രി ലെവലിലേക്ക് വരെ എത്തി ഈ 10-25 വർഷം പഠിച്ചൊരു വ്യക്തിക്ക് ഈ ഇത്രയും നാൾ പഠിച്ച ഏതെങ്കിലും ഒരു കാര്യം അവരുടെ തലയിലുണ്ടാവും. ഒരു 5% കാര്യം മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. അപ്പൊ 20-25 വർഷം വരെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരുടെ ഡിഗ്രി ആകുന്ന സമയം കൊണ്ട് മിനിമം ഒരു 5 തൊഴിലെങ്കിലും പഠിച്ചിരിക്കണം. അപ്പൊ 5 തൊഴിൽ പഠിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരാളിലെ പോലും അവനവന്റെ വീട്ടിൽ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, പ്ലംബിംഗ് ആയിക്കോട്ടെ, വെൽഡിങ് ആയിക്കോട്ടെ, അങ്ങനെ നമ്മുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ പ്രാപ്തമാക്കിയെടുക്കുക. അതായത് ഒരു ഡിഗ്രി ലെവൽ ആകുമ്പം ഓരോ വ്യക്തിയും ഓരോ വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തമാക്കി കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ, അത് നമ്മുടെ സമൂഹത്തിന് വലിയ നേട്ടം. ഇപ്പൊ എന്താ വെച്ചാൽ ബംഗാളിനെയും തപ്പി കണക്കിയത് ഒരു സ്ക്രൂ ചെയ്യണമെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം വേണം. അപ്പൊ അവനവന്റെ വീട്ടിൽ ചെയ്യാൻ പ്രാപ്തമാകാത്ത രീതിയിൽ നമ്മൾ ഒരു 8ാം ക്ലാസ് മുതൽ ഓരോ ക്ലാസ്സിലും ഓരോ വർക്ക് പഠിപ്പിക്കുക. അപ്പൊ ഒരു +2 കഴിയുമ്പോൾ ഏകദേശം ഒരു 5 കൂട്ടം തൊഴിൽ പഠിച്ചു കഴിയും. അതിനുശേഷം ഇവൻ എന്ത് ജോലിക്കാരനായി തീരണം എന്നാണ് അവൻ ആഗ്രഹിക്കും. അപ്പൊ അവൻ ആ റൂട്ട് അനുസരിച്ച് പോകാൻ പറ്റും. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യത്തോടും ഞാൻ യോജിക്കുന്നു. ഇതിലൊന്നും എന്താ പറയാ തിരുത്തി പറയേണ്ട ആവശ്യമില്ല. അതൊരു പുതിയൊരു ഐഡിയോളജിയാണ്. ഇത് നമ്മുടെ ആൾക്കാർ മലയാളികൾ കുറച്ച് കാര്യങ്ങൾ ഇത് ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇന്നിപ്പോ കാറ് മേടിക്കുമ്പോ പോലും ആൾക്കാർ നോക്കുന്നത് ഓഫർ മാത്രമേ നോക്കുന്നത്. അപ്പോ അതിലെന്ത് കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ എന്ത് ഒളിഞ്ഞിരിക്കുന്നു നമുക്കറിയേണ്ട ആവശ്യമില്ല. ഈ GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ് മലയാളികൾക്ക്. പ്രത്യേകിച്ചും ഒരു മലയാളിയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലോബലി ആണ്, അതായത് മലയാളി മാത്രമല്ല സായിപ്പും എല്ലാവരും ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ GCD കണക്ട് ചെയ്യുക. അവസാനമായിട്ട് നമ്മൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ചിലപ്പോൾ ബിസിനസ്സോ തൊഴിലൊക്കെ ചെയ്യണ്ടാവും. നിലവിൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും ജോലിയിലും ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങളുടെ സമ്പാദ്യം എത്ര ഉണ്ടാവും എന്ന് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളൊരു 100 ടോക്കണോ 500 ടോക്കണോ മേടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക. ആ 10ാമത്തെ വർഷം നിങ്ങൾ ആരായി തീരുമെന്നുള്ളതും നിങ്ങളത് എഴുതി വെക്കുക.
ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുക, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കുക, അതുപോലെ തന്നെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കൂടിയുള്ള ഒരു മേഖലയാണത്. കഴിവുള്ളവരെല്ലാവരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരിക. താല്പര്യമുള്ളവരെല്ലാം തന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മേളിലത്തെ നിലയിൽ നമ്മുടെ ഓഫീസൊക്കെ ഉണ്ട്, അവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ ഓരോ ജില്ലയിലും നമുക്ക് ഇതിൻ്റെ മീറ്റിങ്ങൊക്കെ സംഘടിപ്പിക്കാനും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വിശകലനം ചെയ്യാനും സാധിക്കുന്നതാണ്. എല്ലാവരോടും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം തന്നെ അനാവശ്യമായിട്ട് പല രീതിയിലും പൈസ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പൈസ ഒന്ന് മാറ്റി വയ്ക്കുക. എന്തിന്? ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ GCDനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എനിവേ ഇത്രയും ഇൻഫർമേഷൻ, അതായത് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റി. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതിൽ പാർട്ടാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതൊരു വലിയൊരു സക്സസ് ആവട്ടെ. ഇത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒരു കുടക്കീഴിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കുടക്കീഴിൽ എത്തി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.